നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നടുക്കുന്ന പല വെളിപ്പെടുത്തലുകളും പുറത്തു വരികയുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റിയും സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെയുള്ളത് കോൺഗ്രസിന്റെ വനിതാ നേതാവ് അഡ്വക്കേറ്റ് വീണ എസ് നായരാണ്. നമസ്കാരം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും വന്നു. അക്കൂട്ടത്തിൽ CPM-ന്റെ MLA M മുകേഷിന് നേരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരികയുണ്ടായി. ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും CPM മുകേഷിനെ സംരക്ഷിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇല്ലെങ്കിൽ CPM-ന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അത്രയേറെ റിസ്ക് എടുത്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനുള്ള സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും ഒലിച്ചുപോയാലും പ്രശ്നമില്ല, ഞങ്ങൾ മുകേഷിനെ സംരക്ഷിക്കുമെന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നിലപാട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നത്, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും അധികം പാർട്ടി ഫണ്ട് ഇലക്ഷന് കൊടുത്തിരിക്കുന്നത് ശ്രീ മുകേഷിനാണ്. 79 ലക്ഷം രൂപയോ മറ്റോ ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടു താഴെ തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വം വഹിക്കുന്ന ജോയിക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആത്യന്തികമായി ശ്രീ മുകേഷ് എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ്. അദ്ദേഹം പിൽക്കാലത്ത് MLA ആയെങ്കിലും അദ്ദേഹം ഒരു സിനിമാ നടനാണ്, സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് മുഖ്യധാര പാർട്ടി നേതാക്കൾക്ക്, അവർ പലരും അത്രയും സമ്പന്നരായിട്ടുള്ളവരാവണം എന്നില്ല എല്ലാവരും, അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രഥമ പരിഗണന ഫണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുന്നതിൽ മുകേഷിൻ്റെ കാര്യത്തിൽ പാർട്ടി അത്രയും താല്പര്യം എടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്തൊരു ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന പ്രോസസ്സ് അടക്കം നടന്നിട്ടുണ്ടോ എന്ന് പോലും സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ നമുക്ക് തെറ്റ് പറയാനില്ല. ഈ ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമ പൊതുജന സമ്മർദ്ദം കാരണം അദ്ദേഹം തന്നെ രാജിവെച്ചു എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പാർട്ടിക്ക് അദ്ദേഹം അവിടെ ഇരിക്കണം എന്നുള്ളതായിരുന്നിരിക്കാം ഒരുപക്ഷെ ആഗ്രഹം. ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി ഒരു സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പാലിച്ചിട്ടുള്ള ഇതുപോലൊരു സാഹചര്യം വേറൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്ത്രീയെ മാത്രമല്ല പുരുഷനെയും പീഡിപ്പിച്ചു എന്നുള്ള റെക്കോർഡ് കൂടി ശ്രീ രഞ്ജിത്തിന് സ്വന്തമായി മാറിയിരിക്കുകയാണ്. മുകേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഏത് തരത്തിലാണ് അദ്ദേഹം അവരെ പീഡിപ്പിച്ചിട്ടുള്ളത്, പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് കുഞ്ഞൊരു പക്ഷേ അബോർഷനായി പോവാം എന്ന തരത്തിൽ പോലും അവരെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ടോർച്ചർ ചെയ്തതിനെക്കുറിച്ചും, ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കാറിലേക്ക് കയറാൻ വരുന്ന സമയത്ത് കാറ് മുന്നോട്ടും പിന്നോട്ടും എടുത്ത് അവരെ കയറാൻ സമ്മതിക്കാതിരിക്കുകയും അവർ റോഡിൽ വീണു പോവുകയൊക്കെ ചെയ്ത സാഹചര്യത്തെക്കുറിച്ച്, മറ്റ് റിലേഷൻഷിപ്സിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ വരുമ്പോൾ അവരെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ആക്രമിച്ചുകൊണ്ട്, ശാരീരികമായും മാനസികമായും ആക്രമിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തതിനെക്കുറിച്ചും, ശ്രീ മുകേഷിൻ്റെ തന്നെ പിതാവ് കൈ കൂപ്പിക്കൊണ്ട്, മോളെ എനിക്കെല്ലാം അറിയാം, എൻ്റെ മകൻ ഇങ്ങനെയാണ്, എന്നാലും നീ സഹിച്ച് ക്ഷമിച്ച് പോകണമെന്ന് അപേക്ഷിച്ചതിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിന് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് കൊല്ലം പോലുള്ള ഒരു ജില്ലയിൽ, സാമാന്യം CPM-ന് ഉറച്ച വേരുകളുള്ള ഒരു സ്ഥലമാണ്, അവിടെ നിന്ന് ജയിപ്പിച്ച് അദ്ദേഹത്തെ നിയമസഭയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം രണ്ടാമത് വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡൈവേഴ്സ് നേടി പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അത് അവർ പബ്ലിക് ആക്കുന്നത് 2021 ഇലക്ഷൻ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം തന്നെ ആയിരുന്നു. ആ ഭാര്യ ഡൈവേഴ്സ് ചെയ്ത് പോയിട്ടുള്ള സാഹചര്യം അവരിതുവരെ അതെന്താണെന്നുള്ളത് പൊതുസമൂഹത്തോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അടുത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ ഇന്ന് ഈ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ്
രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര സ്ത്രീകളായെന്ന് നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. ഈ സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട്. പക്ഷേ CPMന്റെ എം എൽ എ നടത്തിയിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരിനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക്. കാരണം ഇപ്പം 4 കേസോ മറ്റോ ആയി. ഇനി വരും ദിവസങ്ങളിൽ കൂടി വരികയാണെങ്കിൽ മുകേഷിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിന്റെ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നു അണിയറയിൽ എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതെ, അല്ല, ഇത് എന്ത് തന്നെയായാലും ഈ സിറ്റുവേഷൻ ഇവർക്ക് മാനേജ് ചെയ്തേ തീരുവുള്ളൂ. അതുകൊണ്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കപട മുഖങ്ങളെക്കുറിച്ച് സ്ത്രീകൾ പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സ്ത്രീയോട് ഈ രീതിയിൽ പെരുമാറാൻ മുട്ടിടിക്കും. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നല്ലോ. എന്തിനാണ് ഈ പേരുകൾ പുറത്തു വരുമ്പോൾ 1, 2, 3 പേര് പുറത്തു വരുമ്പോൾ ഇനി നാളെ 4ാമതൊരാൾ ഇതുപോലെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിമാൻഡ്സ്, സെക്ഷുവൽ ഫേവേഴ്സ് ഡിമാൻഡ് ചെയ്യാനായിട്ട് മുട്ടിടിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മുകേഷിന്റെ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയം കൂടി വരികയാണ്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പ്രതിഷേധം മുകേഷിനെതിരെ ഉയർന്നിട്ടും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ചയാവുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ പുതിയൊരു വിഷയം വരികയാണ്. EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ ഈ വാർത്താ പ്രാധാന്യത്തെ മുകേഷിലേക്ക് മുഴുവൻ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരമൊരു വിഷയം CPM ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് തോന്നുന്നുണ്ടോ? ഈ മീഡിയ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു കാര്യം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ടുവന്ന് ആ വിഷയത്തിൽ നിന്ന് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ DYFIയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ഒരാളെ ഏറ്റവും വലിയ കമ്മിറ്റിയിലെ മെമ്പറിനെ, മുൻ മന്ത്രിയെ അവര് പുറത്താക്കുകയാണ്. സത്യത്തിൽ എന്താണ്, മുകേഷ് അകത്ത് കുറച്ചുകൂടി സുരക്ഷിതമായി കയറിയിരുന്നപ്പോൾ EP ഔട്ടാവുന്നൊരു സാഹചര്യമാണ് CPMൽ ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് മറ്റ് പൊളിറ്റിക്സുകൾ കാണുമായിരിക്കാം. അത് എന്ത് തന്നെയായാലും ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ തവണ തൃശ്ശൂർ പൂരം കലക്കാൻ പിണറായിയുടെ പോലീസ് എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ അതെ, എത്രത്തോളം പിണറായി പോലീസ് അധ്വാനിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതേ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു വരുന്നതും നമ്മൾ കണ്ടു. ഇതേ സുരേഷ് ഗോപിയോട് CPMന്റെ MLAയുടെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അപ്പൊ എവിടെയാണ് കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നതെന്നുള്ളത് മാത്രം നമ്മളൊന്ന് ഇനി വിലയിരുത്തി മനസ്സിലാക്കിയാൽ മതി. ഈ മുകേഷിന്റെ രാജി ആവശ്യം ഉയർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് MLAമാരിൽ ചിലർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ രാജിവെച്ചല്ലോ, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട എന്നുള്ളൊരു നയമാണ് സ്വീകരിക്കുന്നത്. അതിൽ വീണയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് കുറെ പ്രതികളായിട്ടുള്ള MLAമാരുടെ MP-മാരുടെ ഒക്കെ കണക്കുമായിട്ടാണ് പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ചത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു CPM MLA ആ ലിസ്റ്റിലേക്ക് വരാതിരുന്നതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമം ഉണ്ടായിരുന്നു. ആ കുറവ് മുകേഷിലൂടെ അങ്ങ് നികത്താൻ ശ്രമിച്ചത് ആണ് എന്ന് തന്നെ തോന്നിപ്പോയി. കോൺഗ്രസിൻ്റെ 2 സിറ്റിംഗ് MLAമാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 2 MLAമാരെ പാർട്ടി പ്രതിരോധിച്ചിട്ടില്ല. പാർട്ടി ഇവർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. വിൻസെൻ്റ് MLA 2 ആഴ്ച ജയിലിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിയുടെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരുന്നു ഇല്ലേ? അവർ ഇപ്പോൾ ട്രയൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോൺഗ്രസ് MLAമാരുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് MLAമാരെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ MLAമാർ കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കാം. മറിച്ച് മുകേഷ് ആണെങ്കിലോ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പ്രതിനിധിയായിരിക്കുന്ന സിറ്റിംഗ് MLA ആണ്. ആ MLAക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും പ്രിവിലേജും, കാരണം ഈ കേസുകളൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു നേതൃത്വം കൊടുക്കുന്ന പോലീസ് തന്നെയാണ്.
പ്രതിപക്ഷത്തെ ഒരു MLA യുടെ സ്ത്രീപീഡന കേസ് അങ്ങ് ഒതുക്കി തീർത്തേക്കാം, അവരെ രക്ഷപ്പെടുത്തിയേക്കാം എന്ന് പിണറായി പോലീസ് ചിന്തിക്കുമെന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമുണ്ടോ? പൊതുജനം കരുതേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ മുകേഷ് ആരാണ്? മുകേഷ് ഒരു സഖാവ് പിണറായി വിജയൻ്റെ ഒരു മാനസ എന്താണ് ഒരു പുത്രനെന്നോ അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള അത്രയും അധികം ഒരു മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയല്ലേ സർക്കാർ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ട്? അവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. 100 വനിതാ ഇടതുപക്ഷ പ്രവർത്തകർ, അതായത് ഏത് ക്യാപ്സൂള് പിണറായി വിജയൻ EKG സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുത്താലും ഗോവിന്ദമാഷ് അടിച്ചു കൊടുത്താലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന 100 ഇടതുപക്ഷ ചിന്താഗതിയുള്ള വനിതാ പ്രവർത്തകർ അവർ ഒപ്പിട്ടിട്ട് മുകേഷ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു. 2 ബൃന്ദാക്കാരായിട്ട് CPM-ൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ നേതാവ്, ആനി രാജ CPI-യുടെ ഏറ്റവും വലിയ വനിത, 2 ഇടതുപക്ഷ പ്രധാനപ്പെട്ട പാർട്ടികളിലെ ഇന്ത്യയിലെ വനിതാ നേതാക്കൾ മുകേഷ് അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണം, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ 2 പേരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾ, ഇതുകൂടാതെ മാധ്യമങ്ങളിൽ നിരന്തരം ചർച്ചകൾ നടക്കുന്നു, പൊതുസമൂഹം ആവശ്യപ്പെടുന്നു. ഇയാളൊരു വുമണൈസർ ആണെന്ന് കേരളത്തിലെ ഏതൊരു ശരാശരിയായിട്ടുള്ള സ്ത്രീയും പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുകേഷിനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത്, അതിനെ കോൺഗ്രസിൻ്റെ 2 MLA-മാർ രാജിവെച്ചില്ലല്ലോ എന്ന് പറയുന്ന ന്യായം നിരത്തിക്കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് തന്നെയല്ലേ ഇപ്പോൾ ബൃന്ദാക്കാരായിട്ടും ആനി രാജയും പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ 2 MLA-മാർ അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ന്യായീകരണമല്ല. അല്ല, ധാർമ്മികത ഇല്ലല്ലോ, മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുള്ള ഒരാൾ ഇങ്ങനെ ഇമ്മോറലായിട്ട് നടക്കുമോ? ഹീ ഈസ് ഇമ്മോറൽ. അൾട്ടിമേറ്റ്ലി ഹീ ഈസ് ഇമ്മോറൽ. ബേസിക്കലി ഹീ ഈസ് ഇമ്മോറൽ. ഹീ ഈസ് എ വുമണൈസർ. അതാണ് നമ്മൾ ഈ സരിത മുതൽ ഏറ്റവും ഒടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കഥ വരെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന മെസ്സേജ് അതാണ്, ഹീ ഈസ് ഇമ്മോറൽ എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ ഒരു മൊറാലിറ്റി, ധാർമ്മികതയുടെ ഭാഗമായിട്ട് രാജിവെച്ചു എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ആൻഡ് ഇഫ് എവർ മീഡിയ എക്സ്പെക്റ്റഡ് ദാറ്റ് സെക്രട്ടേറിയറ്റ് കൂടി അയാളോട് മാറി നിൽക്കാനോ രാജിവെക്കാനോ പറയുമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്ന്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും വാർത്ത കൊടുക്കുമ്പോഴും നിങ്ങളും സ്കെപ്റ്റിക്കലായിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഒരു ജനങ്ങളുടെ രോഷം, ഇതുപോലെ ഒരു ഇമ്മോറലായിട്ടുള്ള ഒരാളെ CPM സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു രോഷമുണ്ട്. ആ രോഷത്തിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണെന്ന് ഞാനത് ഇന്ന് റിയലൈസ് ചെയ്തത്. എൻ്റെ വാട്സാപ്പിൽ ഞാൻ പഠിച്ച കാർമൽ സ്കൂളിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഗേൾ ഗ്രൂപ്പാണ്, കാർമൽ സ്കൂള് ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഗേൾ ഗ്രൂപ്പ്, എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇലക്ഷന് കോൺടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും നടക്കാത്ത ചർച്ച ആ ഗ്രൂപ്പിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ട്രോള് എൻ്റെ ഒരു കണ്ണൂരുള്ള ഡോക്ടറായിട്ടുള്ള ഒരു ഫ്രണ്ട് ഇട്ടിട്ട് അതിനെ അഭിനന്ദിച്ചിരിക്കുന്നു. അതിൻ്റെ പുറകെ കുറേ പേര് വന്നിട്ടുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് ആസ് എ വുമൺ ഹൗ ദേ ഫീൽ എന്നുള്ളതിൻ്റെ റിഫ്ലക്ഷനാണ്. ഈ പെൺകുട്ടികളെല്ലാം ഈ കേരളത്തിലെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അധ്യാപികമാരും ഒക്കെ ആയിട്ട് കേരളത്തിലും വിവിധ ഭാഗങ്ങൾ ലോകത്ത് നിന്ന് അവർ മെസ്സേജ് ചെയ്യുകയാണ്, തൻ്റെ നിലപാട് ശരിയായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയാണ്. കാരണം ഞാൻ സംസാരിക്കുന്നത് ഒരു ഇമ്മോറലായിട്ടുള്ള പേഴ്സണിന് എഗൻസ്റ്റ് ആണ്. ആൻഡ് പീപ്പിൾ ആർ ഓൾസോ കൺവിൻസ്ഡ്. ഞാൻ സംസാരിക്കുന്നത് അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണെന്നുള്ളത് പൂർണ്ണമായും ബോധ്യപ്പെടുകയാണ്. ഓക്കെ, കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന ആരോപണമായിട്ട് ഒരു വനിതാ നേതാവ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ശരിക്കും കോൺഗ്രസിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? കോൺഗ്രസിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പവർ ഗ്രൂപ്പല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഗ്രൂപ്പുണ്ട്. ആ പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു കൊണ്ടുവന്ന് അധികാരത്തിലിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും രമേശ് ചെന്നിത്തല സാറിനെ പോലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. മുല്ലപ്പള്ളി സാറുണ്ട്, സുധീരൻ സാറുണ്ട്, AK ആന്റണി സാർ, ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അധികാരത്തിൽ വി ഷുഡ് ബ്രിങ് ദ പാർട്ടി ബാക്ക് ടു പവർ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം
സിമി ചേച്ചി കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വളരെ അടുപ്പമുള്ള സ്നേഹമുള്ള ഒരാളാണ് സിമി ചേച്ചി. സിമി ചേച്ചി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി കേട്ട ഒരാളാണ് ഞാൻ. നമ്മുടെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു കാലഘട്ടത്തിന് ശേഷം പുതിയ പുതിയ ആളുകൾ വരണം. ഇപ്പം മേയർ ആര്യ രാജേന്ദ്രൻ 18 വയസ്സോ 21 വയസ്സോ ഒക്കെയുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ച് മേയറാക്കി എന്ന് പറഞ്ഞ് CPM കേരളത്തിന് മുമ്പിൽ കാണിച്ച ഒരു നല്ല മാതൃകയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആര്യ രാജേന്ദ്രൻ്റെ കേസിൽ. പക്ഷേ അത് ആ ഒരു മൂവ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. ബിക്കോസ് പൊളിറ്റിക്സിൽ വി ഷുഡ് ഹാവ് എ ന്യൂ ജനറേഷൻ. അപ്പോൾ എല്ലാവരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. എപ്പോഴും നമുക്ക് ഒരേ ആൾക്കാരെ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിൽക്കുന്ന 30s ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാച്ച് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പുതിയ തലമുറ വരണം. അടുത്ത എനിക്ക് 50കളോ അല്ലെങ്കിൽ 60കളോ ആകുമ്പോൾ പുതിയൊരു തലമുറ വരണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ ജൂനിയേഴ്സിന് പെട്ടെന്ന് സ്പേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു. സിമി ചേച്ചി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ളതിൽ AICC അംഗമാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡറാണ്. അങ്ങനെയുള്ള സിമി ചേച്ചിക്ക് PSC മെമ്പർ എന്ന് പറയുന്ന വലിയൊരു പോസ്റ്റാണ്. പൊതുപ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ശരാശരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവരുടെ ആഗ്രഹം ഒരു PSC മെമ്പറോ അല്ലെങ്കിൽ ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സണോ യൂത്ത് കമ്മീഷൻ മെമ്പറോ, വളരെ കീ പോസ്റ്റുകളല്ലേ അത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ലഭിച്ചിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ മറ്റ് ചില വനിതകളെ പരിഗണിക്കുന്നു. ആ വനിതകളും ഒട്ടും മോശക്കാരായിരുന്നില്ല എന്നുള്ളതും കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. അതിനകത്ത് എനിക്ക് വ്യക്തമായി ബോധ്യമുള്ളത് ദീപ്തി ചേച്ചിയുടെ കാര്യം. ഞാൻ ആ പേര് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ഉണ്ട്. ആ സമയത്ത് ലതിക സുഭാഷാണ് പ്രസിഡന്റ് ആയത്. ആ സമയത്ത് കണ്ടൻഷനിലുണ്ടായിരുന്ന പേരായിരുന്നു ദീപ്തി മേരി വർഗീസ്. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചാർജ് വരുന്നത് മഹാരാഷ്ട്ര ആയിരിക്കാം, അല്ലെങ്കിൽ കർണാടകയോ അതുപോലെ ഏതെങ്കിലും സ്റ്റേറ്റ് ആയിരിക്കാം, മറ്റേതെങ്കിലും സ്റ്റേറ്റ്സ് ആയിരിക്കും, ഫാർ അവേ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിരിക്കാം. ആ ചാർജ് കിട്ടുന്ന സ്റ്റേറ്റിൽ പോയി നിന്ന് അവിടെ ജോലി ചെയ്യേണ്ട ആളാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പം നമുക്ക് ആരെയാണ് തള്ളിപ്പറയാൻ കഴിയുക, ആരെയാണ് കൂടുതൽ ചേർത്ത് നിർത്താൻ കഴിയുക എന്ന് എനിക്കറിയില്ല. പക്ഷെ പുതിയ ആളുകളും വരണം. അതിൻ്റെ അർത്ഥം മുതിർന്ന ആളുകളെ തഴയപ്പെടണമെന്നല്ല, അവരെയും തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കണം. അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീപക്ഷ നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കം എടുക്കുന്നത് എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അത് തന്നെയാണല്ലോ വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരുന്നു. 4-4.5 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ ഭദ്രമായി പൂഴ്ത്തിവെച്ചു. അതിനുശേഷം അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഒരു അന്വേഷണം, അതും സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിച്ചിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് സർക്കാർ പറയുന്നു, ഞങ്ങൾ സിനിമാ മേഖലയെ നവീകരിക്കാൻ പോവുകയാണ്, ചൂഷണത്തിനിരയാകുന്നവർക്ക് ഞങ്ങൾ കാവലാകും എന്ന് പറയുകയാണ്. അതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമല്ലേ? കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് മലയാള സിനിമയിൽ ഒരു 100-150 സിനിമയ്ക്ക് അടുപ്പിച്ച് ഒരു വർഷം ഇറങ്ങുന്നു എന്ന് സങ്കല്പിക്കാം. ഏറ്റവും കുറഞ്ഞത് 100 സിനിമ. 4 വർഷം കൊണ്ട് ഒരു 400-450 സിനിമ ഇറങ്ങിയെന്ന് കണക്ക് കൂട്ടുക. എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കാം? ഈ റിപ്പോർട്ട് ടൈംലി ആയിട്ട് പുറത്തു വിട്ടിരുന്നുവെങ്കിൽ, കൾപ്രിറ്റ്സിൻ്റെ പേര് കൃത്യമായി ബുക്ക് ചെയ്തിരുന്നുവെങ്കിൽ, അവർക്കെതിരെ നടപടികൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ, സിനിമാ മേഖലയിലെ എത്ര സ്ത്രീകളെ ചൂഷണത്തിൽ നിന്ന് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. ഏത് മേഖലയിലാണ്? സിനിമയിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ, ഹെയർ ഡ്രസ്സർ ആവട്ടെ, ജൂനിയർ ആർട്ടിസ്റ്റ് ആവട്ടെ, ഡാൻസർ ആകട്ടെ, നടിമാരാകട്ടെ, ഏത് സ്ട്രീമിലുള്ള സ്ത്രീകളാണ് ചൂഷണം ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്? അതിൻ്റെ ഗ്രാവിറ്റി അതാണ്. അപ്പോൾ സത്യത്തിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഞെട്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടി ചാർമിള 28 പേരുടെ അനുഭവത്തെക്കുറിച്ചാണ് പങ്കുവെച്ചത്. അതിൽ ഒരു സിനിമാ ലൊക്കേഷനിലെ പ്രൊഡ്യൂസറും സുഹൃത്തുക്കളും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി ഓടിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ത്രീകൾ പറഞ്ഞു?
ഹരിഹരൻ സംവിധായകനെ കുറിച്ച് മുൻനിര നായികയായിരുന്ന കാരവനിൽ ക്യാമറ വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരവൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ള ഒരു സ്പേസ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് കാരവനിൽ പോലും ക്യാമറ വെച്ച് പ്രത്യേകം ഫോൾഡർ ഉണ്ടാക്കി നടിമാരുടെ പേരിൽ സേവ് ചെയ്യുന്നവരെ കുറിച്ച് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ സംവിധാനം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കപ്പെടാത്തത് കൊണ്ടാണ്. കാരണം എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ ചോദിക്കാൻ ആരുമില്ല, ചർച്ച ചെയ്യാൻ ആരുമില്ല. സിനിമാ രംഗത്തെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നമ്മൾ 2017 ആക്ട്രസ് മോളസ്റ്റേഷൻ കേസ് വന്ന സമയത്ത് തന്നെ ചർച്ചകൾ വന്നു. അതിനുശേഷം 2022 ബ്രോഡ് ആഡിയുടെ ലൊക്കേഷനിൽ വെച്ച് സോഫ്റ്റ് ഡ്രിങ്കിൽ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് അബോധാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീ പുറത്തു വന്ന് സംസാരിച്ചിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ മോഹൻലാലും പൃഥ്വിരാജും അഭിനയിച്ച സിനിമയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ മോഹൻലാൽ വന്നിട്ട് പറയുന്നു, എനിക്ക് ഒന്നും പറയാനില്ല, ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് അന്യരായി പോകുന്നത് അല്ലേ, അമ്മയ്ക്ക് എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന്, ആ ലയബിലിറ്റിയിൽ നിന്ന് ഇവർക്ക് ആർക്കും ഊരിപ്പോകാൻ പറ്റില്ല. കാരണം മോഹൻലാൽ പറഞ്ഞാൽ ചലിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ഉണ്ടാകുന്ന അത്രയും ശക്തനാണ് അദ്ദേഹം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് കൈ കഴുകി ഒഴിഞ്ഞു പോകാൻ പറ്റുന്നത്? മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. മോഹൻലാൽ പ്രതികരിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന് മമ്മൂട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ പ്രതികരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മമ്മൂട്ടി എന്നാണ് തോന്നുന്നത് ഈ പ്രതികരണം കാണുമ്പോൾ. അപ്പോൾ സിനിമാ മേഖലയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ സിനിമാ താരങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ സുരേഷ് ഗോപി തട്ടിക്കയറുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വിപരീതമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നതും ഓർക്കണം. ഇതിനെയൊക്കെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെ കൂട്ടി വായിക്കണം? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീ സുരേഷ് ഗോപി BJPക്ക് ഒരു രാഷ്ട്രീയ ബാധ്യതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം എന്തായിരുന്നു? മാധ്യമങ്ങളെ തട്ടി മാറ്റുന്നു. അദ്ദേഹത്തിൻ്റെ ചില സ്തുതിപാഠകർ അതിനെ വേറൊരു രീതിയിലേക്ക് വരെ സ്റ്റോറി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൈക്കിൽ കത്തി വെച്ച് വരെ ആ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു എന്ന് പറയുന്ന ചില ക്യാപ്സൂളുകളൊക്കെ കേൾക്കാനിടയായി. അപ്പോൾ ഈ സിനിമാ രംഗത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഈ സ്റ്റാർസ് എല്ലാം ഈ സമൂഹത്തിലെ ഒരു ദിവസത്തേക്ക് പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ അന്നന്ന് പണിയെടുക്കേണ്ട ആ സാഹചര്യം ഉള്ളവർ പോലും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഒരു പങ്കാണ് സിനിമാ തിയേറ്ററുകളിൽ കൊടുത്ത് ഇവരെല്ലാം സൂപ്പർ സ്റ്റാറായി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, സർക്കാർ സിഗരറ്റിനെതിരെ, ടുബാക്കോയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നു, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നു, ഡ്രഗ്സിനെതിരെ. നമ്മൾ കാണുന്ന മുഖങ്ങൾ ഒരുപക്ഷെ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെയോ ശ്രീ ജയറാമിനെയോ പോലുള്ള താരങ്ങളുടേതാണ്. എന്തുകൊണ്ടാണ്? അവർ വന്ന് പറയുമ്പോൾ ആ 10 സെക്കൻഡ് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരിൽ നിന്നൊരു അഭിപ്രായം, ഒരു നിലപാട്, അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്രയും അധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഇവർക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഇവർക്ക് പറയാൻ ബാധ്യതയുണ്ടല്ലോ ഇത് ശരിയല്ല എന്ന്. ആരാണ് ഇവരെ ഈ പറയുന്നതിൽ നിന്ന് തടയുന്നത്? അപ്പോൾ അവർ സ്വയം ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിന് അവർ കണ്ടെത്തുന്ന ന്യായീകരണം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഈസ് 90-year-old ഫിലിം ഇൻഡസ്ട്രി അല്ലേ? 90 വർഷത്തിലധികം പഴക്കമുള്ള ഇൻഡസ്ട്രിയാണ്. ശ്രീ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുമ്പും ഇവിടെ സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നു. പ്രേം നസീർ സാറും അല്ലെങ്കിൽ സത്യമാഷും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി ബിൽഡ് ചെയ്ത് എന്തിനാണ് അമ്മയെ ഇവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്? അമ്മയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന്റെ പേരിൽ വരെ സ്ത്രീകളെ പീഡിപ്പിക്കാനാണോ ഇവർ ബിൽഡ് ചെയ്തു? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ടു റേസ് അല്ലേ? അതിനാണോ കൊണ്ടുവന്നത്? ഇടവേള ബാബു, മുകേഷ് അടക്കമുള്ളവർ മെമ്പർഷിപ്പിന്റെ പേരിൽ പോലും ചൂഷണം ചെയ്തു എന്ന് സ്ത്രീകൾ പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിനാണോ നിങ്ങളിത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്? ശ്രീ ഗണേഷ് കുമാർ പറയുന്നത് കേട്ടു, എല്ലാ മാസവും നിരാലംബരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഞങ്ങൾ കൈനീട്ടം കൊടുക്കുകയാണ്. നല്ല കാര്യം, അത് നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ആ കൈനീട്ടത്തെ സ്ത്രീപീഡനം പോലൊരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മെമ്പർഷിപ്പിൻ്റെ പേരിലുള്ള ചൂഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൈനീട്ടത്തിൻ്റെ ചരടിൽ കൊണ്ട് അതിനെ കെട്ടി ഇമോഷണലായി സംസാരിച്ചിട്ട് കാര്യമില്ല. കൈനീട്ടം കൊടുക്കണം, പക്ഷേ
ബാഡ് പ്രാക്ടീസസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ചെക്ക്ഡ് പ്രോപ്പർലി ആൻഡ് സച്ച് പീപ്പിൾ ഹാവ് ടു ബി എക്സ്പെൽഡ്. അതാണ് കൊടുക്കേണ്ട മെസ്സേജ്. അത് പറയാൻ എന്തുകൊണ്ട് മോഹൻലാലിനോ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് പൊതുജനങ്ങൾക്കുള്ള സംശയം. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവർ പവർ ലോബി അല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഒരുപാട് ചെറുപ്പം മുതൽ തന്നെ വീണ അവതാരകയായും മറ്റുമൊക്കെ ടെലിവിഷൻ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും ഒരു ദുരനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വലിയ ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു തവണ ഞാനൊരു ടെലിഫിലിം ചെയ്തത് ഞാനൊരു 14-15 ഇയേഴ്സ് ഉള്ള സമയത്ത് മലയാളത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള സംവിധായകൻ്റെ ടെലിഫിലിം ചെയ്തു. അപ്പോൾ അതിനുശേഷം യൂഷ്വലി നമ്മൾ ചെയ്യുമല്ലോ, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടറിനെ വിളിച്ച് എങ്ങനെയുണ്ടായിരുന്നു സാർ, അത് എഡിറ്റ് ചെയ്തോ, എങ്ങനെയുണ്ട് ഔട്ട്കം എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇതുപോലെ ഒരിക്കൽ ഫോണിലൂടെ ഉണ്ടായ ഒരു കോൺവെർസേഷനിനിടയിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു സംസാരം എനിക്ക് അത്ര ആശാസ്യമായിട്ട് തോന്നാത്തൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നോട് അദ്ദേഹം ഒരു ഇൻഡയറക്റ്റ് വേയിൽ കൂടി നമുക്ക് വേണ്ടതൊന്നും തരില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അന്നത്തെ എൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് സാറിൻ്റെ വീട്ടിൽ ഭാര്യയില്ലേ എന്നുള്ളതായിരുന്നു. ചോദിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ കലാരംഗത്തേക്ക് വരുന്ന സമയത്ത് അവരൊക്കെ വളരെ എതിരായിരുന്നു. കാരണം നമുക്ക് ആരും കലാരംഗവുമായിട്ട് ബന്ധമുള്ളവർ വീട്ടിലില്ല. സിനിമയായാലും അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എപ്പോഴും നെഗറ്റീവ് സ്റ്റോറീസ് ആണല്ലോ കൂടുതൽ കേൾക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ച ഒരു ജോലിയൊക്കെ ആക്കി വിടുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ദേ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് കം ടു ദിസ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഞാൻ പൊളിറ്റിക്സിൽ അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവർ ആദ്യമേ എന്നെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതെൻ്റെ ബാക്ക് ഓഫ് മൈ മൈൻഡ് കിടന്നുകൊണ്ടായിരിക്കാം ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ അന്ന് അത് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കില്ല. പക്ഷേ അന്ന് ഇൻസ്റ്റൻ്റായിട്ട് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഞാൻ ആങ്കറിങ്ങിലേക്ക് വന്നു, സജീവമായിട്ട് ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ചില സിനിമകൾ, ഇപ്പം മകൻ്റെ അച്ഛൻ പോലുള്ള സിനിമകളിൽ ആങ്കറിങ് സീക്വൻസസ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കാഡമിക്സും ആങ്കറിങ്ങും കൂടെയാണ് എനിക്ക് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആൻഡ് ബെറ്റർ എന്ന് എനിക്ക് അത് തോന്നി. ആ രീതിയിലേക്ക് പോയി. ഒരുപക്ഷെ കുറച്ചുകൂടി നല്ലൊരു സ്പേസ് ആണ് എന്ന് എനിക്ക് അങ്ങനെ ഒരു കംഫർട്ട് കിട്ടിയിരുന്നെങ്കിൽ മറ്റു രീതി ചിന്തിച്ചു പോയിരുന്നേക്കാം. ഇതാണ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള അനുഭവം. കൂടുതൽ അനുഭവങ്ങൾ എന്തായാലും ദൈവം സഹായിച്ച് ഉണ്ടാക്കിയിട്ടില്ല, സാഹചര്യവും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സിനിമാ മേഖലയെ വിമർശിക്കുമ്പോൾ, ഈ സംഘടനകളെയൊക്കെ വിമർശിക്കുമ്പോൾ താരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പോൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ്, അതായത് എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സിനിമാ മേഖലയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നു? ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്കിടയിലും ഇല്ലേ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ചൂഷണം? അങ്ങനെ നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ അങ്ങനെ കോമണൈസ് ചെയ്തിട്ട് കളയാൻ പറ്റുന്നൊരു വിഷയമാണ്. അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മാധ്യമ സ്ഥാപനമാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ഗവൺമെൻറ് ഒരു ഓഫീസ് ആവട്ടെ, ഒരു പ്രൈവറ്റ് സ്ഥാപനമാകട്ടെ, ഇത്തരത്തിലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ വിശാഖ കേസ് നമുക്കറിയാം, വിശാഖ ജഡ്ജ്മെൻറ്റ് വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നിയമം പാസ്സായതെങ്കിൽ പോലും കൃത്യമായിട്ട് ഇത് വേണം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2, മറ്റ് ഇടങ്ങളിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ബോൾഡായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലും IPC വെച്ചിട്ട് 354 അല്ലെങ്കിൽ 376 ഒക്കെ വെച്ച് കേസ് ഈസി ആയിട്ട് എടുക്കുന്ന സാഹചര്യം. അവിടെയൊന്നും ആ സ്ത്രീയുടെ ജോലിക്കോ അല്ലെങ്കിൽ വരുമാനത്തിനോ നിലനിൽപ്പിനോ ഒരു പരിധിക്കപ്പുറം ത്രെറ്റ് വരുന്നില്ല. പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്താണ്, റിലേറ്റീവ്ലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഒരു സംവിധായകനോ പ്രൊഡ്യൂസറോ വിളിക്കുമ്പോൾ നമ്മൾ പോയി ജോലി ചെയ്യുന്നു, അവർ പറയുന്ന അത്രയും ദിവസം ജോലി ചെയ്ത് വീട്ടിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രക്സ്. അതിനിടയിൽ ചില താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുത്തില്ല എങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം. അതായത് കോർണർ ചെയ്ത് എല്ലാവരും കൂടി ഒരു സിനിമയിൽ നിന്നല്ല ഒരു പ്രോജക്റ്റ് ഇവള് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന, ഇപ്പം നടി സുപർണ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്.
ചാർമിള അവരുടെ അനുഭവം പറഞ്ഞിട്ട് എത്ര നടിമാരാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അവരുടെ എക്സ്പീരിയൻസസ് വന്ന്. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഒരു ഹെയർ ഡ്രസ്സറിനോ അല്ലെങ്കിൽ ഒരു വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോ ആ ഒരു ദിവസം ചെയ്യുന്ന പൈസ കൊണ്ടായിരിക്കും അവരുടെ കുടുംബം പുലർത്തേണ്ടത്. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ പ്രതികരിച്ചൂടെ എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരവാണ്. സ്ത്രീകൾ പോലും ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അവർക്ക് നോ എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അവിടെ പ്രശ്നം തീർന്നില്ല. അതല്ല, നോ, എസ് ഓർ നോ എന്ന് ചോദിക്കുന്നതിൽ പോലും ദർ ഇസ് സംതിങ് റോങ് അല്ലേ? ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ സെക്ഷൽ ഫേവർ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് തെറ്റാണ്. അതിലെ തെറ്റാണ് നമ്മൾ കാണേണ്ടത്. സ്ത്രീ എസ് പറഞ്ഞോ നോ പറഞ്ഞോ പറയുന്നോ എന്നുള്ളതല്ല, ആ ചോദ്യം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ ഇത്രയും സമയം നമ്മളുടെ അടുത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിലും വ്യക്തമായ നിലപാടുകൾ പറഞ്ഞതിനും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു.